ഇട്ടായിരുന്നല്ലോ. ആബ്സെന്റ് കിടക്കുന്നത് ഇട്ടായിരുന്നല്ലോ, ഞാൻ നോക്കാം. ശരി. ആ നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് തന്നെ, ആംഫിയൻ്റ് എയർ. നമ്മൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫിയൻ്റ് എയർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം നോട്ട് ചെയ്യുക. ഇവർ തരത്തില്ല. ആംഫിയൻ്റ് എയർ എന്ന് പറഞ്ഞ ക്വസ്റ്റിൽ വരികയാണെങ്കിൽ അത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് എടുത്തതാണില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആംഫിയർ പറയുന്നത് ആംഫിയൻ്റ് എയറോ പ്രഷർ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ, അപ്പം 2-3 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് ആംഫിയൻ്റ് എയർ വരികയാണെങ്കിൽ, ഒന്ന് ടോട്ടൽ ടെമ്പറേച്ചർ ടോട്ടൽ പ്രഷർ വരികയാണെങ്കിൽ, പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു റിസർവോയറിൽ നിന്ന് വരികയാണെങ്കിൽ. ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ ഈസ് ആംഫിയൻ്റ് എയർ of pressure and temperature and start with the question. So you had consider as a pressure, that pressure and temperature as stagnation, P naught and T naught എന്ന് എഴുതുക. സെക്കൻഡ് തിങ്, ടോട്ടൽ പ്രഷർ ടോട്ടൽ ടെമ്പറേച്ചർ എന്ന ക്വസ്റ്റ്യനിൽ വേർഡിങ് വരികയാണെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ആസ് എ സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ കേസ് റിസർവോയർ, ലാർജ് റിസർവോയർ എന്നുള്ള വേർഡ്, റിസർവോയറിലെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിലും യു കൺസിഡർ ആസ് എ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി നോട്ടും ടി നോട്ട് ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കലായി മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആംഫിയൻ്റ് എയർ ഈസ് സക്ഡ് ബൈ എ ബ്ലോയർ. സോ ആംഫിയൻ്റ് എയർ അവർ പറഞ്ഞിട്ടുണ്ട്. ആംഫിയൻ്റ് എയർ പി നോട്ട് ആൻഡ് ടി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ കൺസിഡർ ആസ് എ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആംഫിയൻ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ 1 bar and 285 Kelvin is sucked by a blower through a convergent nozzle. അപ്പോൾ നോക്കുക, കൺവേർജന്റ് നോസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺവേർജന്റ് നോസിലുണ്ട്, ഡൈവർജന്റ്, 2 നോസിലുണ്ട്. അപ്പോൾ കൺവേർജന്റ് നോസിലാണെങ്കിൽ M<1 ആണ് പോയി ടേബിളിൽ പോയി എടുക്കാനുള്ളത്. അത് ഓർത്ത് വെച്ച്, കൺവേർജന്റ് നോസിൽ. ത്രോട്ട് ഡയമീറ്റർ എന്നാണ്. അപ്പോൾ ത്രോട്ട് ഡയമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ത്രോട്ട് ഏരിയ ബൈ 4d² വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദ വെലോസിറ്റി ഓഫ് ദ ത്രോട്ട് റീച്ചസ് സോണിക് വാല്യൂ ഡിറ്റർമിൻ. സോണിക് എന്ന് പറഞ്ഞാൽ M=1 എന്നുള്ള വാല്യൂ, ത്രോട്ടിന്റെ വാല്യൂ 1 ആണെങ്കിൽ, സോണിക് വാല്യൂ തരാണെങ്കിൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ത്രോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം മാസ് ഫ്ലോ റേറ്റ് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ആംഫിയൻ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് പി നോട്ട് ആൻഡ് ടി നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പി നോട്ട് ആൻഡ് ടി നോട്ട് എടുത്ത് എഴുതുക. പി നോട്ട് ഈസ് 1 bar and T naught is equal to 285 Kelvin. Then D star, you take it as a throat as star value. So D star is equal to 12 centimeter. So 12 centimeter means 1.12 meter. Find out P star and T star. So throat value നമ്മൾ normally denoted as P star and T star. Okay, so and maximum mass flow rate. So first you have to find out from the ambient temperature and pressure is given. So first it is a convergent nozzle. So nozzle, so it is gamma and R is not given. So you take it as gamma is equal to 1.4 and R is equal to 287. Then you take it P naught and T naught is equal to blower convergence. So gamma is equal to 1.4. So വേറൊരു കാര്യം പറയുന്നത് ത്രോട്ട് ഏരിയ എന്ന് പറയുന്നത്, ത്രോട്ട് കണ്ടീഷൻ ആണ് പറയുന്നത്. ത്രോട്ട് കണ്ടീഷനിൽ സോണിക് വാല്യൂ എന്ന് പറയുന്നുണ്ട്. സോ സോണിക് വാല്യൂ ആകുമ്പോൾ M=1 ആണ്. So so നേരെ നോക്കുക, M=1 gas table, M=1, gamma is equal to 1.4. You go for isentropic table and find out the value of M=1. So dark ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ, M=1, gamma is equal to 1.4. Here find out the T/T naught and P/P naught value. A/A star ത്രോട്ട് തന്നിട്ടുണ്ട്, A/A star 1 ആണ്. Then P/P naught and T/T naught value അതിൽ നിന്ന് എടുത്ത് എഴുതുക. സോ T/T naught ഞാൻ ത്രോട്ട് ആയത് സ്റ്റാർ ഇട്ടു.
T star by T naught, P star by P naught. Again, you have to find out the value of its ambient condition. T naught and P naught is given, so you have to find out the value of T star and P star. Then you have to find out the T star and P star. That is the first answer. Pressure and temperature at throat. That is P star and T star. We will find out it. At the next, you have to find out the throat area. A star is equal by 4 D square throat area കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഗ്യാസ് ടേബിളിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. അതായത് ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ടേബിൾസ് ഇതായിരിക്കും. ഇക്വേഷൻ നമ്പർ 1.4 നോക്കുക. അതും നമ്മുടെ സ്ലൈഡ് നോക്കുക. സോ സ്ലൈഡിൽ എം മാക്സ് റൂട്ട് മാക്സിമം മാസ് ഫ്ലോ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ ദ ഫോർമുല യൂസിങ് ഈ ഇക്വേഷൻ എഴുതുക. അതായത് എം മാക്സ് റൂട്ട് ടി നോട്ട് എ സ്റ്റാർ പി നോട്ട് ഇൻറ്റു റൂട്ട് ആർ ബൈ ഗാമ 2 ബൈ ഗാമ പ്ലസ് 1 ബൈ ഈ ഇക്വേഷൻ ഗ്യാസ് ടേബിളിൽ നിന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് ഗ്യാസ് ടേബിളിൽ ഇതാണ് ഇക്വേഷൻ 1.4. ഡബ്ല്യുവിന് വരെ എം മാക്സ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം അതേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.4ൽ ഇക്വേഷൻ നമ്പർ 1.4 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദി മാക്സിമം മാസ് ഫ്ലോ റേറ്റ്. സോ ഇതിൽ ബാക്കിയുള്ള എല്ലാം നോൺ വാല്യൂസ് ആണ്. ടി നോട്ട് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഇസ് നോൺ വാല്യൂ, പി നോട്ട് നോൺ വാല്യൂ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. എ സ്റ്റാർ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പൈ ബൈ 4 ഡി സ്റ്റാർ സ്ക്വയർ ഏരിയ അറ്റ് ത്രോട്ട്. Then capital R 287 gamma 1.4 you had substituted, so you'll get the maximum mass flow. W ആണ് നമ്മുടെ ഗ്യാസ് ടേബിളിൽ തന്നിട്ടുള്ളത്. മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് എഴുതുക. ഓക്കെ, സോ ടി സ്റ്റാറും കിട്ടും, പി സ്റ്റാറും കിട്ടും. സോ അതാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ നോക്കുക. ആംഫിയൻ്റ് എയർ ഇത് വെലോസിറ്റി അറ്റ് ത്രോട്ട് റീച്ചസ് സോണിക് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് m = 1 എടുത്തത്. m = 1 ഗാമ 1.4. സോ എന്തുകൊണ്ടാണ് ഗാമ 1.4 എടുത്തത്? ഇറ്റ്സ് എ ഐസെൻട്രോപിക് പ്രോസസ്. ഇറ്റ് ഇസ് എ നോസിൽ ഈസ് ഗിവൺ. നോസിൽ എപ്പോഴും ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ഗാമയോ ആറോ തന്നിട്ടില്ല. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ യു ഹാവ് ടു കൺസിഡർ ആസ് ഇറ്റ് ഈസ് എ ഐസെൻട്രോപിക് പ്രോസസ്. ദെൻ സോ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഡയറക്ട്ലി ഗോ ഫോർ ഐസെൻട്രോപിക് ടേബിൾ. m = 1 ഗാമ 1.4 പോയി ഡാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്. P by T by T naught and T by T naught, P by P naught. അതിൽ ടിക്ക് വരാൻ ടി സ്റ്റാർ കൊടുക്കുക, പിക്ക് വരാൻ പി സ്റ്റാർ കൊടുക്കുക. കാര്യം എന്താണ്? ഇത് ത്രോട്ട് ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക? എ ബൈ എ സ്റ്റാർ. ഇത്ര എ സ്റ്റാർ വേണ്ട. അപ്പോൾ ടി സ്റ്റാറും പി സ്റ്റാറും കിട്ടും. ഇറ്റ് ഇസ് ടി നോട്ട് ആൻഡ് പി നോട്ട് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് ആംഫിയന്റ് കണ്ടീഷൻ. ദെൻ ഈ ഫോർമുല ഗ്യാസ് ടേബിൾ 1.4 ഇക്വേഷൻ നമ്പർ 1.4 എന്ന് എടുത്ത് എഴുതുക, കോപ്പി ചെയ്യുക, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സൂപ്പർസോണിക് നോസിൽ. ആ പ്രോബ്ലത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അടുത്തലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ സൂപ്പർസോണിക് നോസിൽ. സൂപ്പർസോണിക് നോസിൽ എയർ എക്സ്പാൻസ് പി നോട്ട്. അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പി നോട്ട് ആണ് ടി നോട്ട് ആണെന്ന് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ പി നോട്ടും ടി നോട്ടും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ടു എക്സിറ്റ് പ്രഷർ ഓഫ് 4 പോയിന്റ്. അപ്പൊ ഇത് എക്സിറ്റ് പ്രഷർ ആണ് തന്നിരിക്കുന്നത് P2. അപ്പൊ നോക്കുക, കുറച്ചുകൂടി ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ തന്നിരിക്കുന്ന പി നോട്ടും ടി നോട്ടും ആൻഡ് എക്സിറ്റ് പ്രഷർ P2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു പോവുക. ഇറ്റ് ഈസ് ഗിവൺ ആസ് P2 ഇസ് ഗിവൺ, എക്സിറ്റ് പ്രഷർ. എക്സിറ്റ് ഏരിയ തന്നിരിക്കുന്നത് A2. ക്യാപിറ്റൽ A2 തന്നിട്ടുണ്ട്. 110 cm². കാൽക്കുലേറ്റ് ത്രോട്ട് ഏരിയ. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ആണ് ഫൈൻഡ് ഔട്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എ സ്റ്റാർ. ദെൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ത്രോട്ട് P star and T star you have to find out. Temperature at exit T2 you have to find out. Then you have to find out mass flow rate. Mass flow rate find out ചെയ്യണം. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. So supersonic nozzle, air expands, T0 is given, P2 is given, A2 is given. So
ത്രോട്ട് ഏരിയ എ സ്റ്റാർ പി സ്റ്റാർ ടി സ്റ്റാർ T2 ME ആയിട്ട് ഫൈൻഡ് ഔട്ട്. സോ ഇതിൽ നമുക്ക് മാക് നമ്പറോ വേറെ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഇതിൽ ടേബിളിലോട്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് P2/P02 എന്നുള്ള ഒരു ഇക്വേഷൻ. ആദ്യം ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. Question is clearly given. P2 exit pressure is given and stagnation pressure is given. So first you have to find out the ratio of P2/P02 എന്നുള്ള ratio find out ചെയ്യുക. So ആ ratio നോക്കി P2/P02 substitute ചെയ്യുക. Substitute ചെയ്യുമ്പോൾ get the value of 0.179 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. Okay, so this is a exit condition. Exit P2/P02 ratio. Okay, from the isentropic table, P2/P02 is equal to 0.179, gamma is equal to 1.4. Supersonic nozzle ആണ്. നോസിലെ എയർ ആണ്, എയർ ആണ് എക്സ്പാൻഡ്. എയറിന്റെ ഗാമ 1.4287 ആണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. സോ P2/P02 നമുക്ക് കിട്ടിയ വാല്യൂ 0.179, ഗാമ 1.4 ഇട്ടിട്ട് റിവേഴ്സിൽ, അതായത് P2/P02 വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് ടേബിൾ ഇത്ര നേരം നമ്മൾ മാക് നമ്പർ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തത്. സോ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ P2/P02 റേഷ്യോ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ നോക്കാം, നമുക്ക് P2/P02 0.179 ഗ്യാസ് ടേബിളിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഗാമ 1.4 ഉള്ള അതിൽ നിന്ന് എൻ്റർ ചെയ്യുക. അതായത് ഗാമ 1.4, P2/P02 എത്രയാണ്? P2/P02 0.179. നോക്കുക, P/P0 0.179 ഇതാ കിടക്കുന്നു. ഏറ്റവും ബോട്ടത്തിൽ 0.179 കിടപ്പുണ്ട്. ഈ 0.179 നേരെയുള്ള ടെമ്പറേച്ചർ റേഷ്യോ, മാക് നമ്പർ, ഏരിയ റേഷ്യോ എല്ലാം എടുത്ത് ചെയ്തേക്കും. 0.179. ഓക്കെ, P/P0ന്റെ 0.179 എന്നുള്ള ആ റേഷ്യോ എടുത്ത് താഴങ്ങ് എഴുതുക. എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് M2 is equal to 1.78. Okay, M2 is equal to 1.78 കിട്ടും. ടെമ്പറേച്ചർ T/T0 0.1612 കിട്ടും. T2 അതിൽ നിന്ന് T02 നമുക്കറിയാം, അതിൽ നിന്ന് ഡയറക്ട്ലി T2 കിട്ടും. അപ്പൊ ഒരു ആൻസർ ആയി. ടെമ്പറേച്ചർ അറ്റ് ദ ത്രോട്ട് എക്സിറ്റ് C, ടെമ്പറേച്ചർ T2 കിട്ടും. അതേപോലെ A2/A സ്റ്റാർ, അതിൽ A2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ടല്ലോ, എക്സിറ്റ് ടെമ്പറേച്ചർ 5/4D², അതായത് 110 cm². സോ അതിൽ നിന്ന് A സ്റ്റാർ കിട്ടും. അപ്പൊ A സ്റ്റാർ ആദ്യത്തെ ആൻസർ ആയി, ത്രോട്ട് ഏരിയ. ഇപ്പൊ രണ്ട് ആൻസർ കിട്ടി. അടുത്ത ഇനി അവർ ചോദിച്ചതാണ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ത്രോട്ട് ഏരിയ. ത്രോട്ടിന്റെ പ്രഷർ, ത്രോട്ടിന്റെ ടെമ്പറേച്ചർ, ത്രോട്ടിന്റെ ഏരിയ, ഇത് മൂന്നാണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ത്രോട്ടിലെ മാക് നമ്പർ നമുക്കറിയാം എന്താണ്. ത്രോട്ട് മാക് നമ്പർ എപ്പോഴും ആൾവേസ് ഇറ്റ് ഈസ് 1. ഓക്കെ, സോ M = 1, ഗാമ 1.4, ഗ്യാസ് ടേബിൾ അഗൈൻ പോവുക, T/T0 ആൻഡ് P/P0. M = 1, ഗാമ 1.4. അത് നേരെ M = 1, ഗാമ 1.4 എന്നുള്ള ഗ്യാസ് ടേബിളിലോട്ട് പോവുക. പോയ ശേഷം T*/T0, P*/P0. അത് അതിന്റെ വാല്യൂ എടുത്ത് എഴുതുക. എടുത്ത ശേഷം T0 ഈസ് നോൺ വാല്യൂ, P0 ഈസ് നോൺ വാല്യൂ. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് T* ആൻഡ് P*. A സ്റ്റാർ ആൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഈ മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, മാസ് ഫ്ലോ റേറ്റ് കൂടെ കണ്ടുപിടിക്കണം. അപ്പം ഇത് ക്ലിയർ ആണല്ലോ. അതായത് M = 1, ഗാമ 1.4 പോയിട്ട് T/T0 P/P0 എടുക്കുക. T0 P0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ത്രോട്ടിന്റെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കിട്ടും. നെക്സ്റ്റ് മാസ് ഫ്ലോ റേറ്റ് ഫൈൻഡ് ഔട്ട്. M = ρ*, A*, C* എന്നുള്ള ഫോർമുല ഇടുക, മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, സോ റോ സ്റ്റാർ നമ്മൾ എന്തൊരു P*/RT* ഇടുക, A*, C*. C* എന്ന് പറഞ്ഞാൽ C*, A* ഈക്വൽ, കാര്യം M = 1 ആണ്. അപ്പം ഈ C* എന്ന് പറഞ്ഞാൽ A* ഈക്വലന്റ് ആയിരിക്കും. M = 1 ആകുമ്പോൾ M = C/A ആണല്ലോ ഫോർമുല. അപ്പം C/A, M = 1 ആകുമ്പോൾ Cയും Aയും ഈക്വൽ ആവും. സോ ത്രോട്ടിൽ ഏരിയ ആകുമ്പോൾ C*, A* ഈക്വൽ ആണ്. C*, A* എഴുതുമ്പോൾ A* √γ RT* എന്ന് കിട്ടും. അപ്പൊ അതിനുശേഷം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P*/RT*. P* നമുക്ക് വാല്യൂ അറിയാവുന്ന വാല്യൂ ആണ്. എന്താണ്? ത്രോട്ടിന്റെ പ്രഷർ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. T* ഫൈൻഡ് ഔട്ട് ചെയ്തു, A* ഫൈൻഡ് ഔട്ട് ചെയ്തു, C* ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. 6 അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ P*ന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നത് 12.6 × 10⁵. 10⁵ Nm/m² അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെ T*, P*, A*, ഇതെല്ലാം ഉള്ള വാല്യൂ ആണ്. സോ ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് കിട്ടും. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് മാക് നമ്പർ ഇല്ലാതെയാണ് നമ്മൾ മാക് നമ്പറിനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്വസ്റ്റിൽ തന്നേക്കുന്നത് P0ഉം P2ഉം തന്നിട്ടുണ്ട്. അത് ആ റേഷ്യോ വെച്ചിട്ട് യു ഹാവ് ടു എൻ്റർ ഇൻ ടു ദ ടേബിൾ, ഫൈൻഡ് ഔട്ട് ദ മാക് നമ്പർ. T2/T0, P2/P0 റേഷ്യോ വെച്ചിട്ട് ഫൈൻഡ് out ചെയ്യുക. M = 1 വെച്ചിട്ട് T*, B* ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ മാസ് ഫ്ലോ റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മാസ് ഫ്ലോറിന്റെ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക, ρ*, A*, C*. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി മാസ് ഫ്ലോ റേറ്റ്. ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സോ ഇത്ര ഇതിൽ ഏകദേശം ഒരു 10 8 പ്രോബ്ലം കൂടെ ഉണ്ട്. 18 പ്രോബ്ലം കൂടെ കഴിയുമ്പോൾ നമുക്ക് 2 മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇതിൽ 18 പ്രോബ്ലത്തിൽ ഏതെങ്കിലും 2 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ടൈപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോട്ട് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ പോകാം. ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത നെക്സ്റ്റ് ഇതാ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത റിസർവോയർ വരെയാണ്. സോ റിസർവോയറിലെ പ്രഷറോ ടെമ്പറേച്ചറോ ക്വസ്റ്റ്യനിൽ തരാണെങ്കിൽ ഒരിക്കലും P1 T1 എന്ന് എടുക്കരുത്. P0 T0 സ്റ്റാഗ്നേഷൻ ആയിട്ട് എടുക്കുക. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, സോ നമുക്ക് എയർ എൻഡേഴ്സ്. സോ നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ എയർ എന്നുള്ള വേർഡ് കിട്ടി. സോ എയർ കിട്ടിയാൽ തന്നെ നമുക്ക് പറയാം എയർ ഈസ് ഈക്വൽ എയറിന്റെ ഗാമ 1.4 ആണ്, R287 ആണ്. ഓക്കെ, അപ്പൊ അത് തന്നില്ലെങ്കിൽ നിങ്ങൾ ഗാമ 1.4 R287 ആയിട്ട് എടുക്കുക. അതിനുശേഷം എന്താ എയർ എൻഡേഴ്സ് നോസിൽ ഫ്രോം എ ലാർജ് റിസർവോയർ 2 bar and 320 degree. ഓക്കെ, സോ റിസർവോയറിന്റെ ടെമ്പറേച്ചറും പ്രഷറാണ് തന്നിരിക്കുന്നത്. അപ്പം പ്രഷർ P0 ടെമ്പറേച്ചർ T0. ഓക്കെ, എക്സിറ്റ് പ്രഷർ ഓഫ് നോസിൽ തന്നിട്ടുണ്ട്. എക്സിറ്റ് പ്രഷർ ഓഫ് നോസിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.94. അപ്പൊ ഇതിലെ മാക് നമ്പർ തന്നിട്ടില്ല. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. M is equal to 3500 kilo. Calculate the following for isentropic flow: throat area, throat pressure, throat velocity, exit area, exit mac number, velocity നോക്കാം. അപ്പൊ അതിൽ നമ്മൾ ആദ്യം എയർ എൻഡേഴ്സ് നോസിൽ ലാർജ് റിസർവോയർ എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് നമ്മൾ P0 and T0 എന്നുള്ള വേർഡാണ് ഇടുന്നത്. ഇവിടെ P0 and T0 ഇടുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? P2 കിട്ടുന്നു. P2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് 3500 kg/h ആണ്. സോ അതിന് നമ്മൾ kg/s ആക്കി മാറ്റുക. 3600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കൊണ്ട് ഇത് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.972. സോ ഇത്രയും കാര്യങ്ങൾ ഗിവൺ ഡേറ്റയാണ്. ഇനി നമുക്ക് ചെയ്യാം. അപ്പം ക്വസ്റ്റിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ P0 P2 തന്നിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം എക്സിറ്റിലോട്ട്? P0 P2 തന്നിട്ടുണ്ട്. സോ P2/P02 എന്നുള്ള ഇത് തന്നിട്ടുണ്ട്. സോ P2/P0 അതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ത്രോട്ട് ഏരിയ A സ്റ്റാർ, P സ്റ്റാർ, C സ്റ്റാർ, എക്സിറ്റ് ഏരിയ A2, എക്സിറ്റ് മാക് നമ്പർ M2, എക്സെട്ര അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ത്രോട്ടിൽ M=1 ആണെന്ന് നമുക്കറിയാം. നമുക്ക് ത്രോട്ട് ഏരിയ ഒക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ആദ്യം ത്രോട്ടിലുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. M=1 ആണ്. M=1, ഗാമ = 1.4. അതിൽ നേരെയുള്ള T സ്റ്റാർ/T0 P സ്റ്റാർ/P M=1 നടക്കുന്നത്. ഡാർക്കിൽ തിക്കായിട്ട് എഴുതിയിട്ടുണ്ട്. M=1, ഗാമ = 1.4, T/T0, P/P0, A/A സ്റ്റാർ, F/F സ്റ്റാർ. ഇതൊക്കെ നമ്മൾ T/T0 P/P0 എഴുതുക. അപ്പൊ T സ്റ്റാറും B സ്റ്റാറും കിട്ടി. T/T0 എത്ര? 0.834 0.528. അപ്പൊ അത് രണ്ടും എടുത്ത് എഴുതി. സോ അതിൽ നിന്ന് T0 B0 ക്വസ്റ്റിൽ ഇറ്റ്സ് ഗിവൺ. സോ ഫൈൻഡ് ഔട്ട് T സ്റ്റാർ ആൻഡ് P സ്റ്റാർ വാല്യൂ. T സ്റ്റാർ P സ്റ്റാറും കിട്ടും. ഇനി അടുത്തത് അപ്പൊ അത് കിട്ടി. ത്രോട്ട് പ്രഷറായി, ത്രോട്ട് ടെമ്പറേച്ചറായി. അടുത്തത് വെലോസിറ്റി. C സ്റ്റാർ A സ്റ്റാർ ഈക്വൽ ആണ് √T സ്റ്റാർ. ത്രോട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോമുല A സ്റ്റാർ √T സ്റ്റാർ. ഗാമ അറിയാം, R അറിയാം, T സ്റ്റാർ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ ഗെറ്റ് 445 cm². അത് കിട്ടി. ഇനി മാസ് ഫ്ലോ റേറ്റ്. ഇനി അടുത്ത് എന്താണ് വേണ്ടത്? ത്രോട്ട് ഏരിയ വേണം. ത്രോട്ട് ഏരിയക്ക് M = ρ സ്റ്റാർ, A സ്റ്റാർ, C സ്റ്റാർ ആണ്. ഇതിൽ മാസ് ഫ്ലോ റേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. kg/h തന്നിരിക്കുന്നത്. സെക്കൻഡിലാക്കുക. 3500/6 × 60. റോ സ്റ്റാർ നമുക്കറിയാം B സ്റ്റാർ/RT സ്റ്റാർ. P സ്റ്റാർ അറിയാം, R അറിയാം, T സ്റ്റാർ അറിയാം. C സ്റ്റാർ ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ അതിൽ നിന്ന് A സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സിമ്പിൾ ആണ്. എല്ലാം നോൺ വാല്യൂ ആണ്. അപ്പൊ M = റോ സ്റ്റാർ, A സ്റ്റാർ, C സ്റ്റാർ എന്നുള്ള A സ്റ്റാർ വാല്യൂ മാത്രം അതിൽ നിന്ന് എടുത്ത് എഴുതുക. അടുത്ത എന്ത് ചെയ്യുക? അടുത്ത രണ്ടാമത്തത് എക്സിറ്റിന്റെ കാര്യങ്ങൾ. എക്സിറ്റ് ഏരിയ, എക്സിറ്റ് മാക് നമ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റിൽ തന്നിട്ടുള്ള എന്താണ്?
സ്റ്റാഗ്നേഷൻ പ്രഷറും തന്നിട്ടുണ്ട്, എക്സിറ്റ് പ്രഷർ തന്നിട്ടുണ്ട്. എക്സിറ്റ് പ്രഷർ 0.94 ബാറാണ്. അതേപോലെ സ്റ്റാഗ്നേഷൻ പ്രഷർ 2 ബാറാണ്. സോ P2/P02 എന്നുള്ള വാല്യൂ ഇടുക. അതിൽ നിന്ന് 0.134 കിട്ടും. സോ ദാറ്റ് ഫ്രം ദാറ്റ് വാല്യൂ ടു സെർച്ച് ഇൻ ഐസെൻട്രോപിക് ടേബിൾ ഗാമ 1.4, P2/P02ന്റെ ടേബിളിൽ നേരെ 0.134 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് P2/P02 എവിടെ നോക്കുക, 0.134 നടക്കുന്നു. അതായത് ഇതാ കിട്ടുന്ന വാല്യൂ 0.134. P2/P02 0.134 ആണെങ്കിൽ മാക് നമ്പർ എത്ര 1.97 ആയിരിക്കും. T/T0 0.563 ആയിരിക്കും. ഓക്കെ, A/A സ്റ്റാർ 1.646 ആയിരിക്കും. സോ അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാക് നമ്പർ 1.97, A2/A സ്റ്റാർ 1.646, T2/T0 0.563. സോ അതിൽ നിന്ന് ഗെറ്റ് ദി വാല്യൂ ഓഫ് 8. സോ ഇതിൽ A സ്റ്റാർ നമുക്ക് ആൾറെഡി നോൺ വാല്യൂ ആണ്, അതിൽ നിന്ന് A2 കിട്ടും, എക്സിറ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ അതാ ഇനി അടുത്ത മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കുക. ഈ ഫോർമുല യൂസ് ചെയ്യുക. ഒരു ഫോർമുലയാണ്, അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. Cmax/c = Γ + 1 / Γ - 1 എന്ന് മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ നമ്മൾ ½ Cmax² = A02² Γ - 1 എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ ചെയ്യാം, ഓർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്തലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ ആർക്കെങ്കിലും? ഒന്നുകൂടെ ഒന്ന് നോക്കിയാലും പ്രോബ്ലം. മെയിൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പം ആർക്കും ഡൗട്ട് ഇല്ലെന്ന് തോന്നുന്നു. എയറിന്റെ നോസിൽ ലാർജർ. ഇപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഹൈലൈറ്റഡ് പോയിന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഈസ് നോസിൽ ലാർജ് എയർ എൻഡേഴ്സ് എയർ. അപ്പം ഗാമ 6 തന്നിട്ടില്ല, എയർ എന്ന് പറയുന്നുണ്ട്. അപ്പം 6-287 ഗാമ 1.4 ആയിട്ട് അസ്യൂം ചെയ്യുക. ലാർജ് റിസർവോയർ എന്ന് പറയുന്നുണ്ട്. റിസർവോയർ എന്ന് പറയുകയാണെങ്കിൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ P0 ആൻഡ് T0. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. തേർഡ് വൺ ഈസ് P0 പ്രഷർ എക്സിറ്റും തന്നിട്ടുണ്ടെങ്കിൽ ക്യാൻ ഡയറക്ട്ലി ഗോ ഇൻ ടു ദി ടേബിൾ ബൈ P2/P02 റേഷ്യോ വെച്ചിട്ട് എൻ്റർ ചെയ്യുക. പിന്നെ ഇതിൽ എക്സിറ്റ് ഏരിയ ആണ് തന്നിരിക്കുന്നത്, മാസ് ഫ്ലോ റേറ്റ് ആണ്. എക്സിറ്റ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം ആദ്യം M = 1 ഗാമ 1.4 വെച്ച് T സ്റ്റാർ B സ്റ്റാർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. T0 ആൻഡ് P0 ഈസ് നോൺ വാല്യൂസ്. Then M = rho star A star C star വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് A സ്റ്റാർ. റിമൈനിങ് വാല്യൂസ് എല്ലാം നോൺ വാല്യൂസ് ആണ്. എമ്മിനെ മാസ് ഫ്ലോ റേറ്റ് ചെയ്യുമ്പോൾ ടേക്ക് ഇറ്റ് ആസ് kg/h ഈസ് കൺവേർട്ടഡ് ഇൻ kg/s ഡിവൈഡഡ് ബൈ 60 × 60 സെക്കൻഡ് ആക്കി മാറ്റുക. ദെൻ നെക്സ്റ്റ് ഈസ് റോ സ്റ്റാർ. P star/R C star ഇടുക റോ സ്റ്റാറിന് പകരം. P star in Nm/m² ഇടുക, അതിൻ്റെ 10⁵. P star/R T star കെൽവിനിൽ ഇടുക, R 287 ഇടുക. C star = A star നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക √Γ T star വെച്ചിട്ട് A star കിട്ടും. ദെൻ P2/P02 എന്നുള്ള റേഷ്യോ വെച്ചിട്ട് എക്സിറ്റ് ടേബിളിലോട്ട് പോയി ടേബിളിൽ നിന്ന് മാക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ടെമ്പറേച്ചർ റേഷ്യോ എടുക്കുക. ഫസ്റ്റിൽ ചോദിച്ച ഏതൊക്കെയാണോ അതെടുക്കുക. ഇപ്പോൾ എക്സിറ്റ് ഏരിയ വെച്ചിട്ട് A2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. മാക്സിമം മാസ് ഫ്ലോ റേറ്റ് ആണെങ്കിൽ അത് വെച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ആർക്കെങ്കിലും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. Next problem is air enters a nozzle of large reservoir. ലാർജ് റിസർവോയർ എന്ന് പറയുന്നുണ്ട്. റിസർവോയർ എന്നാണ് പറയുന്നത്.
So I take it as a reservoir as P naught and T naught. Pressure and temperature as a stagnation condition ആയിട്ട് എടുക്കുക. അപ്പൊ പി നോട്ട് ആൻഡ് ടി നോട്ട് ആണ് ക്വസ്റ്റ്യൻ. എയർ എൻഡേഴ്സ് എന്നാണ് പറയുന്നത്. സോ എയർ ഇസ് ടേക്ക് ഇറ്റ് ആസ് ഗാമ 1.4 R287. നോസിലാണ് എൻഡേഴ്സ് എയർ. അപ്പൊ പി നോട്ട് ടി നോട്ടായി. ക്രോസ് സെക്ഷൻ ഏരിയ ത്രോട്ട് എ സ്റ്റാർ തന്നിട്ടുണ്ട് 1200 cm². ടെസ്റ്റ് സെക്ഷൻ മാക് നമ്പർ. ഇതിലൊരു ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ടെസ്റ്റ് സെക്ഷന്റെ മാക് നമ്പർ 1.98. അപ്പൊ എം ടി എന്ന് എടുത്താൽ മതി. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി ആൻഡ് ത്രോട്ട്. ത്രോട്ടിന്റെ പ്രഷർ, ടെമ്പറേച്ചർ പി സ്റ്റാർ, ടി സ്റ്റാർ, സി സ്റ്റാർ വേണ്ടി ഔട്ട് ചെയ്യുക. പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി, ടെസ്റ്റ് സെക്ഷൻ അത് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ആദ്യം നമുക്ക് പി നോട്ട് ടി നോട്ട് എന്തുകൊണ്ടാണ് എഴുതിയെന്ന് അറിയാലോ. റിസർവോയർ അത് നോട്ട് ചെയ്ത് വെക്കുക. റിസർവോയർ എന്ന് പറയുകയാണെങ്കിലോ ആംഫിയന്റ് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിലോ ആൻഡ് ആൾസോ ടോട്ടൽ പ്രഷർ, ടോട്ടൽ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിലോ ഈ ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ പി നോട്ട് ആൻഡ് ടി നോട്ട് ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പൊ അതിനുശേഷം നോക്കുക. അതിൽ എ സ്റ്റാർ തന്നിട്ടുണ്ട്, എം ടി തന്നിട്ടുണ്ട്. എം ടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സെക്ഷന്റെ മാക് നമ്പർ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക പി സ്റ്റാർ, ടി സ്റ്റാർ, സി സ്റ്റാർ. എളുപ്പമാണ്. എം ഈക്വൾ ടു 1 ഗാമ 1.4 പോയിട്ട് ടി ബൈ ടി നോട്ട്, ബി ബൈ പി നോട്ട് എടുക്കുക. അതേപോലെ പി സ്റ്റാർ ബൈ പി നോട്ട്, ടി സ്റ്റാർ ബൈ ടി നോട്ട് എടുക്കുക. അതിൽ നിന്ന് എന്താ ടി നോട്ട് പി നോട്ട് ഈസ് ഗിവൺ. സോ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് സി സ്റ്റാർ ആൻഡ് പി സ്റ്റാർ. അതാണ് ആൻസർ. സി സ്റ്റാർ എങ്ങനെ കണ്ടുപിടിക്കുക? സി സ്റ്റാർ എ സ്റ്റാർ ഈക്വൽ ആണ്. സി സ്റ്റാർ ഇസ് എ സ്റ്റാർ റൂട്ട് ഓഫ് ഗാമ ആർ ടി സ്റ്റാർ. അത് വെച്ചിട്ട് എ സ്റ്റാറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി അടുത്ത നെക്സ്റ്റ് ടെസ്റ്റ് സെക്ഷൻ്റെ ആണ്. ടെസ്റ്റ് സെക്ഷൻ്റെ എങ്ങനെ വേണ്ടത്? സോ മാക് നമ്പർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ടെസ്റ്റ് സെക്ഷനിൽ മാക് നമ്പർ ഈസ് ഈക്വൽ ടു 1.98 തന്നിട്ടുണ്ട്. ഡയറക്ട്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ടെസ്റ്റ് സെക്ഷൻ ഗാമ 1.4 വെച്ചിട്ട് ടി ടി ബൈ ടി നോട്ട് ആൻഡ് പി ടി ബൈ പി നോട്ട്, എ ടി ബൈ എ നോട്ട് 3 വാല്യൂസ് എടുത്ത് എഴുതുക. ഇതിൽ ടി നോട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് എ ലാർജ് റിസർവോയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടി ടി കിട്ടും. പ്രഷറിൻ്റെതും പി നോട്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗെറ്റ് ദി വാല്യൂ ഓഫ് പി ടി കിട്ടും. ദെൻ എ സ്റ്റാർ. എ സ്റ്റാർ നമ്മൾ ആൾറെഡി ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രോട്ട് ഏരിയയിൽ. ഇല്ല, എ ടി. എ സ്റ്റാർ ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ 1200 cm². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ടിയും കിട്ടും. അപ്പം പ്രഷർ, ടെമ്പറേച്ചർ, ഏരിയ അറ്റ് ദി ത്രോട്ട് അല്ല ടെസ്റ്റ് സെക്ഷൻ കിട്ടും. ഇനി ടെസ്റ്റ് സെക്ഷന്റെ മാക് നമ്പർ ചോദിച്ചിട്ടുണ്ട്. മാക് നമ്പർ എത്രയാണ്? എം ടി സി സി ടി ബൈ എ ടി വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് സി ടി കിട്ടും. സോറി, വെലോസിറ്റി ആയിട്ട് മാക് നമ്പർ നമുക്കറിയാം 1.98. എ ടി നമുക്കറിയാം എത്രയാണ്? റൂട്ട് ഓഫ് ഗാമ ആർ ടി ടി ഇട്ട് കൊടുത്താൽ അപ്പോൾ എ ടി കിട്ടും. അതിൽ നിന്ന് ആയിട്ട് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, വെലോസിറ്റി ഓഫ് എയർ. നെക്സ്റ്റ് അടുത്തത് മാസ് ഫ്ലോ റേറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എം ഇ റോ എ സി ഓർ റോ സ്റ്റാർ എ സ്റ്റാർ സി സ്റ്റാർ ഇടുക. അതിൽ റോ സ്റ്റാർ അതിന് പകരം പി സ്റ്റാർ ബൈ ആർ ടി സ്റ്റാർ ഇടുക. സോ പി സി ടി എന്ന് പറയുന്നത് ടെസ്റ്റ് സെക്ഷന്റെ വെലോസിറ്റി. എം ഇ സി ബൈ എയിലെ ഫോർമുല. ആ ഫോർമുല തന്നെയാണ്. സഫിക്സ് വന്നേ ഉള്ളൂ സാർ. സഫിക്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സെക്ഷൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ എൻട്രി കണ്ടീഷൻ 1 ഇടും, എക്സിറ്റ് 2 ഇടും, അങ്ങനെ ഇടൂലേ? അതേപോലെ ഇത് ടെസ്റ്റ് സെക്ഷൻ ആയിട്ട് ടി ഇട്ടുന്നേ ഉള്ളൂ നമ്മൾ. അപ്പൊ എം ഇ സി ബൈ എ ഇടുക, സി ടി ബൈ എ ടി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത നെക്സ്റ്റ് അടുത്ത എം ഇ സികളുടെ മാസ് ഫ്ലോ റേറ്റ് ആണ്. എം ഇ സികൾ റോ സ്റ്റാർ എ സ്റ്റാർ സി സ്റ്റാർ പി സ്റ്റാർ റോ സ്റ്റാറിന് വരും പി സ്റ്റാർ ബൈ ആർ ടി സ്റ്റാർ, ദെൻ എ സ്റ്റാർ സി സ്റ്റാർ ഇത്ര ഇടുക. അതിൽ പി സ്റ്റാറിന് വരും നമ്മൾ ഡയറക്റ്റ്ലി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പി സ്റ്റാറിന്റെ വാല്യൂ എത്രയാണ്? 6.3698 10⁵ ആ വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന്റെ വാല്യൂ എടുത്തിടുക. അറിയാം. ടി സ്റ്റാർ ആൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 250.2 കെൽവിൻ. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എ സ്റ്റാറും നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ത്രോട്ട് ഏരിയ 1200 ഇൻറ്റു cm² ആണ്. ഇൻറ്റു 10⁻⁴ ഇടുക, എന്നാലേ മീറ്റർ സ്ക്വയർ ആകത്തുള്ളൂ. അതിനുശേഷം എന്താണ്? സി സ്റ്റാർ. റൂട്ട് ഓഫ് ഗാമ ആർ ടി സ്റ്റാർ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മുകളിലല്ല, ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സി സ്റ്റാർ. സോ ഈ വാല്യൂ 317 ആ വാല്യൂ കൊണ്ടിടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് ഇൻ കിലോഗ്രാം പെർ സെക്കൻഡ് കിട്ടും.
ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ പവർ റെക്വേർഡ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഇക്വേഷൻ പഠിച്ച് കഴിയാൻ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല MCP ഡെൽറ്റ ടി ആണ് ഫോർമുല. സോ ടെസ്റ്റ് സെക്ഷനും സ്റ്റാഗ്നേഷൻ കണ്ടീഷനും തമ്മിലുള്ള പവറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ ഇസിക്കൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു MCP CP ഇൻറ്റു T0 മൈനസ് TT ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പവർ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു? ഈ പ്രോബ്ലം കൂടി ഒന്ന് നോക്കി ഗോത്രൂ ചെയ്യുക. 12ാമത്തെ പ്രോബ്ലം ആണ്. സെക്ഷന്റെ മാക് നമ്പർ, പ്രഷർ, ടെമ്പറേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് വെച്ചാൽ എയറിന്റെ റിസർവോയർ ആണ്. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചർ മാറിപ്പോകരുത്. പ്രഷർ ടെമ്പറേച്ചർ എല്ലാം നോക്കുക. റിസർവോയർ ആണെങ്കിൽ P0 ആൻഡ് T0 എന്ന് എഴുതാവും. P1 T1 എന്ന് എഴുതിയാൽ മൊത്തം പ്രോബ്ലം തെറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്രോസ് സെക്ഷൻ ഏരിയ A സ്റ്റാർ ആണ് തന്നിരിക്കുന്നത് 1200. കറക്റ്റ് ഡിനോഷൻ ഇടുക. A1 A2 ഒന്നും അല്ല, A സ്റ്റാർ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ടെസ്റ്റ് സെക്ഷന് MT ആയിട്ട് സഫിക്സ് ഇട്ടാൽ മതി. 1 ഡയമെൻഷണൽ ഐസോട്രോപിക് ഫ്ലോ ആണ്. അപ്പോൾ ഗാമ 1.4 R287 ആണ് എയറിന്റെ. സോ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. മാക് നമ്പർ 1 ത്രോട്ട് സെക്ഷനിലെ മാക് നമ്പർ എപ്പോഴും 1 ആണ് സ്റ്റാറിന്റെ. അപ്പോൾ M=1 ഗാമ 1.4 വെച്ചിട്ട് നമുക്ക് T സ്റ്റാറും B സ്റ്റാറും ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ C സ്റ്റാറും കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം ടെസ്റ്റ് സെക്ഷന്റെ മാക് നമ്പർ ഡയറക്റ്റ് തന്നുകൊണ്ട് ഡയറക്റ്റ് ടേബിളിൽ പോയിട്ട് PT PT AT ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാം ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. P0 T0 A സ്റ്റാറും ക്വസ്റ്റിൽ തന്നുകൊണ്ട് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റിയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. M=C /A ഫോർമുല. ദെൻ മാസ് ഫ്ലോ റേറ്റിന്റെ ഫോർമുല എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. M=ρ AC, റോ സ്റ്റാർ A സ്റ്റാർ C സ്റ്റാർ ആണ്. സോ റോ സ്റ്റാറിന് പകരം P സ്റ്റാർ ബൈ RT സ്റ്റാർ. P സ്റ്റാറിന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ വാല്യൂ ഇടുക. ഇൻറ്റു 10⁵ ബാറിനെ ഇൻറ്റു 10⁵ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏരിയ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കി മാറ്റുക. ഇപ്പോൾ 1200 ആണ് തന്നിരിക്കുന്നത്. 1200 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁻⁴ ആയിട്ട് മാറും. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MCP ഡെൽറ്റ T0 മൈനസ് TT ഇട്ടാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇന്നത്തേക്ക്. ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ 13ാമത്തെ പ്രോബ്ലം തൊട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇരിക്കാം, ബാക്കിയുള്ളവർക്ക് എക്സിറ്റ് ചെയ്യാം.